ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ബേക്കറികളിൽ ഐസിങ് ചെയ്ത പ്ലം കേക്ക് കിട്ടുമായിരുന്നു. ക്രീമല്ല, ഹാർഡ് ഐസിങ് അല്ലെങ്കിൽ റോയൽ ഐസിങ് ചെയ്ത പ്ലം കേക്ക്. പക്ഷെ ഇപ്പോൾ അധികം അങ്ങനെ അത് കാണുന്നില്ല. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഹാർഡ് ഐസിങ് അല്ലെങ്കിൽ റോയൽ ഐസിങ് ചെയ്ത അടിപൊളി ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, അതുപോലെ ഇത് ഇളക്കവും വേണ്ട. ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര ഉരുകാൻ തുടങ്ങും. പഞ്ചസാര ഉരുകി ഇതുപോലെ നിറം മാറി തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആയി വരണം. ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതെ, പഞ്ചസാരയുടെ നിറം മാറി നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇങ്ങനെ ആവണം കേട്ടോ. ഈ ഒരു നിറം കാരമലിന് വന്നാൽ മാത്രമേ നമ്മുടെ കേക്കിനും അതുപോലെ നല്ല ബ്രൗൺ കളർ കിട്ടത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നന്നായിട്ട് നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കും. 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി ഒരു 1-2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് കുറുകി വരും. അപ്പോൾ ഈ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ, കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല കുറുകി വരും. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ പ്ലം കേക്കിൽ നമ്മൾ റമ്മും വൈനും ഒന്നും ഉപയോഗിക്കുന്നില്ല, ഓറഞ്ച് ജ്യൂസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിലോട്ട് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ആയിട്ട് എടുത്ത ഓറഞ്ച് ജ്യൂസാണ്, പാക്കറ്റിൽ കിട്ടുന്നതൊന്നും ഉപയോഗിക്കരുത്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് 1 കപ്പ്. ഇനി ഇതിനകത്ത് ഒരു 3/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഡേറ്റ്സും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാം കൂടി 3/4 കപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 1-2 മിനിറ്റ് ഈ ഓറഞ്ച് ജ്യൂസിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇത്രയും മതി. നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരമലും ഈ നട്ട്സിൻ്റെ ഈ മിക്സും നന്നായിട്ട് തണുത്തതിന് ശേഷം ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു അരിപ്പയിലോട്ട് ഇടാൻ പോവാണ്. അതിനകത്ത് ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് ഫുള്ളങ്ങ് ഊറ്റിയെടുക്കണം. അപ്പോൾ അതൊരു കപ്പിൽ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി. അത് കളയരുത് കേട്ടോ. പിന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓറഞ്ച് ജ്യൂസ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ വെക്കാം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, 6 ഗ്രാമ്പൂ, പിന്നെ ഒരു നുള്ള് അയമോദകം അല്ലെങ്കിൽ കേക്ക് ജീരകം. അയമോദകവും കേക്ക് ജീരകവും 2 സാധനമാണ് കേട്ടോ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു നുള്ള് ചേർത്താൽ മതി. എല്ലാ കടകളിലും നമുക്ക് ഈ അയമോദകം വാങ്ങിക്കാൻ കിട്ടും. ഇത് ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിന് നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നുള്ള് അയമോദകം അല്ലെങ്കിൽ കേക്ക് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചു വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടായാലും ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മുട്ട ഇങ്ങനെ പതഞ്ഞു വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലൊരു ക്രീമായിട്ട് വരണം. ഈ ഒരു മഞ്ഞ കളർ മാറി നല്ല ക്രീം കളറിലാവണം. പഞ്ചസാര ഇപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആവണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരമൽ ഒഴിക്കാം. നന്നായിട്ട് തണുത്ത ക്യാരമലാണ്. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം വേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇതിനകത്ത് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. നേരത്തെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫ്രൂട്ട്സും നട്ട്സും കൂടി ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, 2 വലിയ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാ പ്ലം കേക്കിലും ഇത് ചേർത്തിട്ടുണ്ട്. അത് ആ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇത് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും കേക്കിൻ്റെ താഴെ അടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ മൈദ ഒന്ന് കോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയുടെ കൂട്ടിലോട്ട് മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ മൈദ എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഫ്രൂട്ട്സും നട്ട്സും മൈദ മിക്സ് ചെയ്ത് വെച്ചത് അതും ഇതിനകത്തോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കട്ടിയായി പോകും. ഇനി ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ സൈഡിലും താഴെയൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. ഓവനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലിട്ടിട്ട് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. ഇനി അതിനകത്തോട്ട് ഒരു സ്റ്റീൽ റിങ് അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് കേക്ക് പാൻ വെക്കാം. ഇനി നമുക്ക് തീ കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുതലും കുറവും ഒക്കെ എടുക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കിക്കോണം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഐസിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. കേക്ക് തണുത്ത് കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. താഴെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന കാരണം ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? നമ്മൾ ഓവൻ ഇല്ലാണ്ട് ബേക്ക് ചെയ്താണെന്ന് അറിയാൻ പോലും പറ്റില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐസിങ് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്ലം കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ പക്ക നമുക്ക് ബേക്കറികളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്കാണ്. അപ്പോൾ ഞാനിന്ന് ഇതിനകത്ത് ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലൊരു നല്ല പ്ലേറ്റിൽ കേക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് ബട്ടർ പേപ്പർ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ താഴേക്ക് ഇങ്ങനെ കുറച്ച് വലിപ്പത്തിന് തന്നെ ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. നമ്മൾ ഐസിങ് ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒലിക്കും. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു പാനിൽ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. സാധാരണ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിച്ചതിന് ശേഷം 2 കപ്പ് അളന്നെടുത്തിരിക്കുന്നതാണ്. നല്ല ഒട്ടും തരിയില്ലാണ്ട് പൊടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തരി ഉണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ശരിയാവത്തില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പഞ്ചസാര പൊടിച്ചതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഈ കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഐസിങ് ഷുഗറായി. അപ്പോൾ വെറുതെ പഞ്ചസാര പൊടിച്ചത് മാത്രം നമ്മൾ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും, കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോർ മസ്റ്റായിട്ടും ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഐസിങ് ഷുഗർ റെഡിയായി. ഇനി ഇതിൽ ചേർക്കുന്നത് 1 മുട്ടയുടെ വെള്ള, 1.5 ടീസ്പൂൺ നാരങ്ങാനീര്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഐസിങ് തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയാവും. ആ കട്ടിയാവാനൊക്കെ സഹായിക്കുന്നത് നാരങ്ങാനീരാണ്. അപ്പോൾ അത് 1.5 ടീസ്പൂൺ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ, സാധാ വെള്ളമാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ലൂസാവേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അത് നമ്മൾ ചേർത്ത മുട്ടയുടെ വെള്ള ഒന്ന് വേവണം, അതുപോലെ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചു. ഇനി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ മുട്ട വെള്ള ജസ്റ്റ് ഒന്ന് വെന്ത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ പരുവം നോക്കിയിട്ട് കട്ടിയായി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണം. നമ്മളിത് കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് ഇത്
തനിയെ തന്നെ ഇങ്ങനെ ഒലിച്ചങ്ങ് ഇറങ്ങണം. ആ ഒരു പരുവത്തിലാണ് ഐസിങ് വേണ്ടത്. അതുകൊണ്ട് കട്ടിയായി പോകരുത്. അപ്പോൾ ഇത് കണ്ടോ, ഒരല്പം കൂടി ഒന്ന് ലൂസ് ആവാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, ജസ്റ്റ് 1 ടീസ്പൂൺ ആണ് ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് പരുവം കറക്റ്റായി. നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇത് റെഡിയായി. അതുപോലെ ഇത് ഒന്ന് ചൂടായിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഈ ഐസിങ് കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ചൂടോടുകൂടി തന്നെ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതിങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലുണ്ടല്ലോ, സൈഡൊക്കെ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അഥവാ മുകളിൽ നിന്ന് ഒത്തിരി ഇങ്ങനെ ഒലിച്ച് പോയെന്ന് തോന്നുവാണെങ്കിൽ സൈഡിൽ നിന്ന് വീണ്ടും കുറച്ചിങ്ങനെ മുകളിലോട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടില്ലേ? സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസിങ് ചെയ്ത പ്ലം കേക്ക് റെഡി. ഇത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ ജസ്റ്റ് ഫോണ്ടന്റിൽ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. ഈ കേക്ക് നിങ്ങൾ ഒരു ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റ് സെറ്റായിരിക്കും. ഐസിങ് ഒക്കെ പാകത്തിന് സെറ്റായിട്ടുണ്ടാവും. അതുപോലെ പ്ലം കേക്കിനായാലും ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസിങ് ചെയ്ത, ഹാർഡ് ഐസിങ് ചെയ്ത ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക്. ഇതിനകത്ത് നിന്നൊരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ കണ്ടല്ലോ, ആ ഐസിങ് ഇങ്ങനെ ഒലിച്ചു പോകുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലുള്ള കേക്ക് ആയാലും നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആണ്. പക്ക നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.